എല്ലാവർക്കും നമസ്കാരം. മുനമ്പത്തെ സമരം അത് പൊളിയും, അല്ലെങ്കിൽ ആ സമരം അവർ പൊളിക്കും. ആ പൊളിക്കുന്നതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് ഇന്നലെ ഹൈബീഡന് BD സതീശൻ, പിന്നെ മാത്യു കുഴൽനാടൻ തുടങ്ങിയ ആളുകൾ അവർ കോൺഗ്രസ് പരിവാരങ്ങളോടൊപ്പം അവിടെ എത്തിച്ചേർന്നത് ഈ സമരം പൊളിക്കുവാൻ വേണ്ടിയാണ്. അവർ വീണ്ടും വീണ്ടും പഴയ പല്ലവി തുടരുകയാണ്. നിങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്, നിങ്ങളെ ആരും കൊടി ഒഴിപ്പിക്കുകയില്ല. ഹൈബീഡനാണ് പറയുന്നു, നിങ്ങളിൽ ഒരാളെയെങ്കിലും ഞാൻ കുടി ഒഴിപ്പിക്കുകയാണെങ്കിൽ ഞാൻ MP സ്ഥാനം രാജിവെച്ചിരിക്കും എന്നൊക്കെ പറയുമ്പോഴത്തേന് അവിടെയുള്ള ആളുകൾ, അവിടുത്തെ വികാരി അച്ഛൻ ഉൾപ്പെടെ കൈയടിക്കുകയാണ്. ഈ കുടി ഒഴിപ്പിക്കുകയില്ല എന്നുള്ളത് അത് അസാധ്യമായ കാര്യമാണ്, അത് നടക്കുകയില്ല. അത് ഹൈബീഡനും BD സതീശനും അവിടെയുള്ളവർക്ക് എല്ലാവർക്കും അറിയാം, കുടി ഒഴിപ്പിക്കാൻ പറ്റിയല്ല. പക്ഷേ അവർക്ക് ക്രയവിക്രയ സ്വാതന്ത്ര്യമുണ്ടോ? അതില്ല. ഇവരിപ്പോഴും ഈ റെയിൽവേ പുറമ്പോക്കിൽ കിടക്കുന്നത് പോലെ, അല്ലെ പാലത്തിനടിയിൽ കിടക്കുന്നത് പോലെ ജീവിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കുടിയൊഴിപ്പിക്കുകയില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അവർക്ക് അത് വെച്ച് ലോൺ എടുക്കാനോ ക്രയവിക്രയ സ്വാതന്ത്ര്യമോ ഇല്ല. ഇവരാരും വഖഫ് നിയമത്തെക്കുറിച്ച് ഒരക്ഷരം പോലും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇതിൻ്റെ റൂട്ട് അല്ലെങ്കിൽ വഖഫ് ബോർഡ് നോട്ടീസ് കൊടുത്തത് എന്തുകൊണ്ടാണ്? അവർക്ക് നിയമത്തിൻ്റെ ബലമുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ എല്ലാവരും ഐക്യദാർഢ്യം മുനമ്പം നിവാസികൾക്ക് ഐക്യദാർഢ്യമാണ്. അവിടെ ഞാൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന മുനമ്പം നിവാസികൾക്കല്ല, വഖഫ് ബോർഡിനാണ്. വഖഫ് ബോർഡിന് എല്ലാവിധ ഐക്യദാർഢ്യങ്ങളും എല്ലാവിധ ആശംസകളും ഞാൻ പ്രഖ്യാപിക്കുകയാണ്. കാരണം അവർക്ക് ലഭിച്ച അധികാരം ഉപയോഗിച്ചാണ് അവർ ഓരോ നോട്ടീസ് കൊടുക്കുന്നത്. അധികാരം കൊടുത്തതാരാ? കോൺഗ്രസ്. അത് ഈ കൈക്കൂലി കൊടുക്കുന്ന പോലെ, അല്ലെങ്കിൽ പിൻവാതിൽ കൂടി അല്ലല്ലോ കൊടുത്തത്. പാർലമെൻറ്റിൽ ബില്ല് പാസ്സാക്കി ഔദ്യോഗികമായിട്ട് നിയമപരിരക്ഷ കൊടുത്തു. നിങ്ങൾക്ക് ആരുടെ പ്രോപ്പർട്ടിയും വേണം എൻക്രോച്ച് ചെയ്യാം. എൻക്രോച്ച് എന്നുള്ള വാക്കും ഞാൻ പിൻവലിക്കുന്നു. ആരുടെ പ്രോപ്പർട്ടി നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം. കാരണം നിങ്ങൾക്ക് അതിൻ്റെ നിയമപരിരക്ഷ കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് വഖഫ് ബോർഡ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ലഭിച്ച അധികാരം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. അതാണിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് നിങ്ങളെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. വഖഫ് ബോർഡിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. നമ്മൾ സാധാരണ ഈ MP ഫണ്ട്, MLA ഫണ്ടൊക്കെ അനുവദിച്ച, MP അനുവദിച്ച തുക അവർ യൂട്ടിലൈസ് ചെയ്തെങ്കിൽ നമ്മൾ MPയെ കഴിവുകേട്ടനായിട്ട് പറയും. അയാൾക്ക് MP ഫണ്ട് കിട്ടിയിട്ട് അയാളത് വിനിയോഗിച്ചില്ല എന്ന് നമ്മൾ ഇയാളെ പഴിചാരും എന്ന് പറഞ്ഞതുപോലെയാണ്. വഖഫ് ബോർഡിന് അധികാരം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ അധികാരം അവർ വിനിയോഗിച്ചില്ലെങ്കിൽ അത് അവരുടെ തെറ്റ്. അതുകൊണ്ട് അവരവരുടെ അധികാരം വിനിയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവർ തെറ്റായിട്ടൊന്നും ചെയ്യുന്നില്ല. അവർക്ക് പരിരക്ഷയുണ്ട്, ബാക്കപ്പുണ്ട്. അവർക്ക് ബൈ യൂസ്, അതായത് ആർക്കെങ്കിലും വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ പോകുന്ന നേരത്ത് അത് വഖഫിന് ചെയ്ത് കഴിഞ്ഞാൽ അത് അവർക്ക് ക്ലെയിം ചെയ്യാം. അപ്പോൾ ആ രീതിയിൽ നിയമം ഇവർക്ക് അനുകൂലമായിട്ട് ഉണ്ടാക്കി കോൺഗ്രസ്. അതുകൊണ്ട് ഞാൻ മുനമ്പത്ത് നിവാസികളോടല്ല, വഖഫ് ബോർഡിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്തു. അവരുടെ ഓരോ സ്റ്റെപ്പിനും ഞാൻ അപ്രീഷിയേറ്റ് ചെയ്തു. കാരണം അവർ വെൽ കാൽക്കുലേറ്റഡ് ആയിട്ട് അവരവരുടെ കാര്യങ്ങൾ നടത്തുന്നു. നേരത്തെ ഒരു സൈറ്റ് ഉണ്ടായിരുന്നല്ലോ, വഖഫ് അസറ്റ്, അതിൻ്റെ ഒരു പേരുണ്ട്. ആ ഒരു സൈറ്റിൽ നേരത്തെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഏതൊക്കെ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്, ഏതൊക്കെ അവർ ക്ലെയിം ചെയ്തിട്ടുണ്ടോ. ഇപ്പോൾ ആ സൈറ്റ് വരെ അവർ ക്ലോസ് ചെയ്തു. അപ്പോൾ അവർ വെൽ കാൽക്കുലേറ്റഡ് ആയിട്ട് അവർക്ക് ലഭിച്ച അധികാരം അവർ 1 by 1 നോട്ടീസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിന് ഇനി അവരെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. അവരവരുടെ അധികാരം നല്ല രീതിയിൽ തന്നെ അവർ വിനിയോഗിക്കുന്നു. അതിന് ഞാൻ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. വഖഫ് ബോർഡിന് നിങ്ങൾക്കും ചെയ്യാൻ മേലായിരുന്നു. അല്ല, മിനിഞ്ഞാന്ന് എന്നായിരുന്നു, ഒരു ദിവസം പാമ്പളാനി പിതാവ് പറയുന്നുണ്ട്, വഖഫിന് ഞങ്ങളാരും എതിരല്ല, എല്ലാവർക്കും നീതി കിട്ടണം. നിങ്ങളുടെ കാര്യം നോക്കാനേ, മുസ്ലിംസിൻ്റെ കാര്യം നോക്കാൻ അവർക്കറിയാം. അവർക്ക് ആളുകളുണ്ട്, രാഷ്ട്രീയക്കാരുണ്ട്, അവർക്ക് നിയമപരീക്ഷയുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ആനുകൂല്യങ്ങൾ ഉണ്ട്. ആനുകൂല്യങ്ങൾ അവർ മേടിച്ചെടുത്തു. അത് അവരുടെ കഴിവ്. അത് നിങ്ങൾ മാറി നിന്ന് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും കൂടി ഇത് മാറി നിന്ന് കരഞ്ഞിട്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല, മുഴുവൻ അവർ മേടിച്ചുകൊണ്ട് പോയെന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് കാര്യമുണ്ടോ? അതവരുടെ കഴിവ്. നിങ്ങൾക്കും ചെയ്യാൻ പറ്റായിരുന്നു. ഇവിടെയുള്ള പിതാക്കന്മാർ, മറ്റേ ലേല സിനിമയിൽ MG സോവൻ പറഞ്ഞ ഡയലോഗാണ് ഇവർക്ക്, ഇവിടെയുള്ള പിതാക്കന്മാർക്ക്. അവർക്ക് അവരുടെ കാര്യം. അതുകൊണ്ട് നിങ്ങൾ മുസ്ലിംസിന് വേണ്ടി നിങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അവർക്ക് അവരുടെ കാര്യം നോക്കാനറിയാം.
അവരവരുടെ നിയമത്തിൻ്റെ പിൻബലം വെച്ച് അവർ ഓരോ സ്ഥലങ്ങളും അവർ ക്ലെയിം ചെയ്യുകയും പിടിച്ചെടുക്കുകയും വേണം ചെയ്യും. നിയമത്തിൻ്റെ ബലത്തിലാണ്, അല്ലാതെ ബലമായിട്ടല്ലല്ലോ. അവർക്ക് നിയമത്തിൻ്റെ പരിരക്ഷയുണ്ട്. അപ്പോൾ ഈ വി ഡി സതീശനും ഐബി ഈഡനും ബാക്കി പരിവാരങ്ങളൊക്കെ വന്നു അവർ ഭയങ്കര സ്റ്റൈലായിട്ട് സംസാരിച്ചു. നിങ്ങൾ ഒരാളെങ്കിലും കുടി ഒഴിപ്പിക്കുകയാണെങ്കിൽ ഞാൻ രാജിവെക്കുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് അവിടെയുള്ള ജനങ്ങൾ വന്ന് പുളകിതരായി അവർ കൈയടിച്ചു. ഇനി അതിൻ്റെ അകത്ത്, അതായത് അവിടെ മുനമ്പം നിവാസികൾ എന്ന് പറഞ്ഞാൽ അവർ 90% കോൺഗ്രസ്സാണ്. അപ്പോൾ അവരുടെ ഉള്ളിൽ കോൺഗ്രസ് എന്നുള്ള ഒരു വേര് കിടപ്പുണ്ട്. അതുകൊണ്ട് അവിടെ ഇനി വിഭാഗതി ഉണ്ടാകും. കുറച്ച് പേര് ഹൈബീഡിന് സപ്പോർട്ട് ചെയ്യും. അയാൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ രാജിവെക്കും, നിങ്ങളോടൊപ്പം നിൽക്കും. അതുകൊണ്ട് അവിടെ തന്നെ സ്പ്ലിറ്റാവും. ഒരു ചുക്കും സംഭവിക്കുകയില്ല. സമരം പൊളിയും. അതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. വി ഡി സതീശനും മറ്റേ ടീമൊക്കെ വെളുക്കെ ചിരിച്ചിട്ട് രാഷ്ട്രീയക്കാരെ ചിരിച്ച് സൂചിപ്പിച്ചിട്ട് അങ്ങ് പോകും. അതാണ് ഇനി സംഭവം. പക്ഷേ അത് ഇവിടെയുള്ള വിഡ്ഢികളായിട്ടുള്ള മുനമ്പം നിവാസികളല്ല, അവർ ലീഡ് ചെയ്യുന്ന വൈദികർക്കൊന്നും അത് മനസ്സിലാകില്ല. അതാണ് സംഗതി. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്ലേറ്റും മാറ്റി, എൻ്റെ പ്ലാൻ മാറ്റി. ഞാൻ മുനമ്പം നിവാസികൾക്ക് ഇനി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നില്ല. ഞാൻ വഖഫ് ബോർഡിന് എല്ലാവിധ ആശംസകളും ഭാവുകളും നേരുന്നു. നിങ്ങൾക്ക് ലഭിച്ച അധികാരം നിങ്ങൾ നല്ല രീതിയിൽ തന്നെ യൂട്ടിലൈസ് ചെയ്യുക. അത് നിങ്ങളുടെ കഴിവ്. അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റുകയില്ല. അതിന് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മാറുന്നത് കരഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ബി ജെ പി ഇനി അടിക്കുകയില്ല. ബി ജെ പിക്ക് മനസ്സിലായി ക്രിസ്ത്യൻസിനെ ഒന്നും നമ്പിയിട്ട് യാതൊരു കാര്യമില്ലെന്ന്. കാരണം വയനാട്ടിൽ പ്രിയങ്കാ ഗാന്ധി ജയിക്കാനായിട്ട് അവിടെ കന്യാസ്ത്രീകളും അച്ഛന്മാരും എല്ലാം കൂടെ കൂട്ടപ്രാർത്ഥനയൊക്കെ നടത്തിയെന്നാണ് ഞാൻ കേട്ടത്. 4 ലക്ഷത്തിന് മേളിൽ വോട്ട് കിട്ടുകയും ചെയ്തു. അതുകൊണ്ട് ഇവരൊന്നും മാറി ചിന്തിക്കുകയായിരുന്നുള്ള അവർക്ക് മനസ്സിലായി. അവരിനി പാർലമെൻറ്റിൽ ഇനി അടുത്തതിൽ ഈ വഖഫ് ബോർഡിൻ്റെ അമെൻമെൻറ്റ് കൊണ്ടുവരുമെന്നും എനിക്ക് സംശയമുണ്ട്. കൊണ്ടുവന്നു കഴിഞ്ഞാലും ചന്ദ്രബാബു നായിഡും മറ്റേ നിതീഷ് കുമാറൊക്കെ ചിലപ്പോൾ അതിനെ എതിർക്കും. അവരെതിർക്കണമല്ലോ, അവർക്കും നിലനിൽപ്പ് വേണ്ടേ, അവർക്കും മുസ്ലിംസിൻ്റെ വോട്ട് വേണമെന്നേ. അവരും പറയുന്നത് നിങ്ങൾ കോൺഗ്രസ്സുകാരല്ലേ വഖഫ് ബോർഡ് ഈ അമെൻമെൻറ്റ് കൊണ്ടുവന്നത്, അതുകൊണ്ട് മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കുക എന്നുള്ളതിൽ കോൺഗ്രസ് തന്നെ ഈ അമെൻമെൻറ്റിനെ അനുകൂലിക്കുക. ശരിക്കും പറഞ്ഞാൽ ബി ജെ പി ഇത് കൊണ്ടുവരണം, അമെൻമെൻറ്റ് കൊണ്ടുവരണം, പാർലമെൻറ്റിൽ വെക്കണം, വെച്ച് കഴിഞ്ഞിട്ട് അത് പാസ്സാക്കരുത്. ഇവരെല്ലാം എതിർക്കുമല്ലോ. കോൺഗ്രസ് എതിർക്കും, മറ്റേ ചന്ദ്രബാബു നായിഡു എതിർക്കും, നിതീഷ് കുമാർ എതിർക്കും. ഇത് പാസ്സാകുകയില്ല. അപ്പം ബി ജെ പിക്ക് പറയാം, ഞങ്ങൾ അവതരിപ്പിച്ചു, ഞങ്ങൾക്ക് ഭൂരിപക്ഷം ഇല്ലാഞ്ഞുകൊണ്ട് ഇത് പാസ്സായില്ല. അതുകൊണ്ട് നിങ്ങളുടെ കോൺഗ്രസ്സുകാരോട് പറയാം, അവരല്ല നിയമം ഉണ്ടാക്കിയത്, ഞങ്ങൾക്ക് ഇതിനകത്ത് ഉത്തരവാദിത്തമില്ലെന്ന് പറഞ്ഞാൽ അവർ കൈ ഒഴിയും. ഇവിടെ ഒന്നും സംഭവിക്കുകയില്ല. മറ്റവർ ആരാ, മുനമ്പങ്കാർ റെയിൽവേ പുറമ്പോക്കിൽ അല്ലെങ്കിൽ പാലത്തിനടിയിൽ കിടക്കുന്നത് പോലെ തന്നെ അവർ വീണ്ടും കിടക്കും. ഇത്രയേ ഉള്ളൂ ഇനി സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും മാറി മാറി വന്ന് അവിടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ട് പോയി. മാണിക്കുഞ്ഞ് വന്ന് പ്രഖ്യാപിച്ചു, പി ജോസഫ് വന്ന് പ്രഖ്യാപിച്ചു. ഉള്ളവരെല്ലാവരും അവസാനം ഞങ്ങൾ ചെന്നില്ലെങ്കിൽ വല്ലവരും ഞങ്ങളെ പഴി പറയലേ എന്ന് വിചാരിച്ച് വിഷമിച്ച് 2020 ആരാണ്ടൊക്കെ അവിടെ വന്ന് പ്രസംഗിച്ചു. ആം ആദ്മി പാർട്ടിയുടെ സ്റ്റേറ്റ് പ്രസിഡൻറ്റ് അവിടെ വന്ന് പ്രസംഗിച്ചു. പക്ഷേ ഇവരൊക്കെ പറയുന്നത് വഖഫ് ബോർഡിനെ ഇവർ തൊടിയല്ല. വഖഫ് ബോർഡിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഇതിൻ്റെ ഇതിൻ്റെ കാരണമായത് വഖഫ് ബോർഡ് നിയമമാണ്, അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെയുള്ള ക്ലെയിംസ് വരുന്നത് എന്നുള്ളത് മറച്ചു വെച്ചതുകൊണ്ട് അവരൊരു പോളിഷ്ഡായിട്ട് നിങ്ങളെ ആരും കൂടി ഉറപ്പിക്കുകയില്ല. നിങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. ഐക്യദാർഢ്യം ഏത് പൊട്ടനും പ്രഖ്യാപിക്കാം. നമ്മൾ ഈ പ്രസംഗത്തിൽ ആശംസ അർപ്പിക്കുന്ന പോലെയുള്ള ഐക്യദാർഢ്യം. എല്ലാവരും വന്ന് നിങ്ങൾക്ക് എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളൊന്നും ഇരിയല്ലേ, എന്നിട്ട് അവർ പൊടി തട്ടിപ്പോവും എന്ന് പറഞ്ഞതുപോലെ ഉള്ളൂ. ഇവിടെ 2020 ആണേലും ആം ആദ്മി ആണേലും എല്ലാവരും. കാരണം അവർക്ക് അവരുടെ നിലനിൽപ്പ്, ആം ആദ്മിനെ സപ്പോർട്ട് ചെയ്താൽ പിന്നെ ബി ജെ പി അനുകൂലിക്കുന്നതായിട്ട് വരികയല്ലേ. അവരുടെ ഏജൻഡ ബി ജെ പി എതിർത്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ആം ആദ്മിയുടെ. 2020 അനങ്ങിയല്ല, എന്നതിന് ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഞങ്ങൾ ഇടപെടുന്നത്. അതാണ് 2020യുടെയും ചിന്താഗതി. അതുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും സുഖപ്പീര് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ബേസിക് കാരണമായ വഖഫിനെ കുറിച്ച് ആരും മിണ്ടിയല്ല. അതുകൊണ്ട് വീണ്ടും ഞാൻ പറയുന്നു, ഞാൻ വഖഫ് ബോർഡിനൊപ്പം, വഖഫ് ബോർഡിന് എൻ്റെ എല്ലാവിധ ആശംസകളും ഭാവുകങ്ങളും. താങ്ക് യു.